എനിക്കൊരു സുനാമി. എടാ എന്ത് കളിയാ ചങ്ങായി നീ കളിച്ചേ? മര്യാദ കളിച്ചില്ല ഇനി ഗോളി കേട്ടാ. ആ എന്ത് പറഞ്ഞു തരാടാ, കാൽമലിക്ക് പന്ത് കിട്ടണ പിന്നെ കിട്ടിയപ്പോ ഈ അങ്ങ് കൊലത്തും. അയ്യേ. എടാ അത് പോട്ടെ, ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് പഴയ അവസ്ഥയാവട്ടോ. മ്യൂസിക് കോൺടെസ്റ്റ് വിൻ ചെയ്തപ്പോ കുറച്ച് വർക്ക് കിട്ടുന്നല്ലാതെ ഒരു ക്ലച്ച് പിടിക്കാത്ത പോലെ ഉണ്ട്. ആവുന്നല്ലടാ, സീസൺ അല്ലാത്തോണ്ടായിരിക്കും. പത്രത്തിൽ പടം വന്നപ്പോഴും അച്ഛന് സമാധാനമായത്. ചെക്കൻ ചില്ലറക്കാരെല്ലാം തോന്നിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ചെത്തുകാരനാവോ ചോദിച്ചാ. നീ ടെൻഷൻ അടിക്കാതിരിക്കടാ. പ്രിയരൊന്ന് വിളിച്ച ചിലപ്പോ അവളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സന്ദീപ് അല്ലേ? വാ വാടാ, ഒരു കാര്യം ചോദിക്കട്ടെ, വാ. നിനക്കെന്താ ഫോൺ എടുത്താൽ? ആരാടാ അത്? എനിക്കറിയില്ല, കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. ഓന്റെ ടീംസ് മൊത്തം ഇങ്ങനെ. സിനിമ പോയാലോ? 6 ഷോ ഏതാ പടം? എന്താടാ എന്താ സാർ ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. അതെ, നാളെ എന്നാ പോ. ഞാനൊന്ന് സംസാരിക്കട്ടെ. നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാന്നേ. നീ എന്നെ അങ്ങനെ ഷേവ് ചെയ്യണ്ട. എന്താ ഏതാ പ്രശ്നം എന്നൊക്കെ അവനറിയാം. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു തീരുമാനമായില്ലെങ്കിലേ മോനെ സന്ദീപേ, നീ വിവരം അറിയൂ. എന്താണ് ബോസ് നിങ്ങൾ ഇങ്ങനെ? കാര്യം എന്താ വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്ത് ചങ്ങായി ആരടത് നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞ ഇമ്മാരി ഇടപാടിനൊന്നും പോരുതെന്ന്. 10ാം ക്ലാസ്സിൽ വിറ്റെടുത്ത് ഊരെടുത്തപ്പോ നീ എന്റെ തലത്തൊട്ട് സത്യം ചെല്ലടാ ഇമ്മാരി പരിപാടിക്കൊന്നും പോയില്ലാന്ന്. ബ്രദറെ, ഒരബദ്ധം പറ്റി പോയതാ, ക്ഷമി. കയ്യിൽ കാശില്ലാണ്ട് വരുമ്പോ അച്ഛൻ്റെ അടുത്ത് ഇറക്കുന്നതിന്റെ വിഷമം അനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. പിന്നെ അങ്ങനെയുള്ളവർ മുഴുവൻ ഇമാരി പരിപാടിക്കല്ലേ പോറ്. എടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നവരുടെ അത്ര ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല. എന്റെ കയ്യിൽ വരുന്ന പൈസ അത്യാവശ്യക്കാർക്ക് 1-2 ദിവസത്തേക്ക് ഞാൻ മറിച്ചു കൊടുക്കും. ഇതിപ്പോ 2 ദിവസം അവധി ആയതുകൊണ്ട് വെള്ളിയങ്ങാടി നിന്ന് ചരക്ക് പോയിട്ടുണ്ടാവില്ല. നാളെ രാവിലെ അയാൾ എന്തായാലും എത്തിക്കും. അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് കൊണ്ട് തരുന്ന ആളാ. 1 ലക്ഷം തിരിയാൻ കൊടുത്താൽ ഒരു ദിവസം 1000 രൂപ കിട്ടും. 2 ദിവസം ആകുമ്പോ 2000 രൂപ. ഏത് മണിക്ക് എടുത്തരം കാശ്? പിടിച്ചകത്തിട്ടാലേ നിന്റെ ജീവിതം തന്നെ പോകും. അതാ കണക്ക്. എന്നാ പോയി ചെയ്തോ. ഇനി മേല ഇമ്മാരി പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നോക്ക്, നീ ആയിട്ട് പിന്നെ ഒരു കമ്പനി ഇല്ല കേട്ടോ. ഇത് നിന്റെ അവസാനത്തെ ഇടപാടാ, നിർത്തിക്കോയതോളൂ. എടാ ഞാൻ ഏതായാലും പിന്നെ ഒറ്റയ്ക്ക് വിടുന്ന സേഫ് അല്ല. അവന്മാരണ്ടാ പ്രശ്നം. നമുക്കിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ കാശെത്തിക്കാൻ ഞാൻ തന്നെ പൊക്കോളാം. ബുക്കും പേപ്പറും കൂടെ എടുത്തോ. എന്തേ മോനെ ഒരു ആലോചന? ബുക്കും പേപ്പറൊന്നും ഇല്ലടാ. ഉണ്ട് സാർ. ബുക്കും പേപ്പറും ഇല്ലാതൊന്നുമല്ല വണ്ടി ഓടിക്കണം കേട്ടോ. ഹലോ, എന്താടാ? എടാ സന്ദീപ് പെട്ടടാ. അയ്യോ, പണി പാലുമുളത്ത് കിട്ടിയോ? നിന്നോട് അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ തന്നെ പൊക്കോളാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ, പൈസ കണ്ട പണിയോ? ഇതിന്റെ ബുക്കും പേപ്പറൊക്കെ എവിടെയാ? എടാ, അതാ ടൂൾ ബോക്സ് വന്നിരിപ്പുണ്ട്. ഒരു മിനിറ്റ് ഞാൻ നോക്കാം. എന്താടാ ഇരുന്ന് പരിയും കളിക്കണത്? ഇതുവരെ കിട്ടിയില്ല നിന്റെ ബുക്കും പേപ്പറും. സാർ അത് കമ്പനി വണ്ടിയാ. ബുക്കും പേപ്പറൊക്കെ എവിടെയാന്ന് വിളിച്ചു ആ ചോദിച്ചാ വേഗം എടുത്തങ്ങ് ചെല്ല്. എന്താവെന്ന് അറിയില്ലടാ, ഞാൻ തന്നെ വിളിക്കാം. ഹലോ,
പേടിക്കണേ, ഞാനില്ലേ ലൈസൻസ് കാട്ടിയാൽ മതി, അവര് വിട്ടോളും. ഇതൊക്കെ ഞാൻ ശരിയാക്കും. അവന്റെ ഒരു കണ്ണട ഒരട ക്ലാസ്. ബൈക്ക് ഓടിക്കുന്നവരല്ലേ ഹെൽമെറ്റ് വെക്കുക. അത് പിന്നെ എന്നെ പോലെ കറക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാറ്റി. എന്താണോ നിന്റെ പേര്? എന്റെ പേര് ജോപ്പൻ. എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഞങ്ങള് പൂക്കോട് തടാകത്തിൽ പോയതാ. തടാകത്തിൽ എന്താണ് പണി? അവിടെ ഇവര് ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ സാറേ. എന്നിട്ട് അവളെല്ലാം കണ്ടോ? ഈ വണ്ടി ആരതാ? ഇത് ഇവളുടെ ഭർത്താവിന്റെ. ഓഹോ, അപ്പൊ നീ ആരാ? ഒന്നുമില്ല, ഡ്രൈവറാ. ഓയിൽ ചേഞ്ച് ചെയ്യാൻ എടുത്തപ്പോ ഓയിലൊക്കെ മാറ്റിയോ? സമയം കിട്ടിയില്ല. മാറി സന്തോഷേ, മാറിക്കടാ. എല്ലാം ഉണ്ടോ? ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഇല്ലേ? എടുക്ക്. താങ്ക് യു സർ. ആരാ? വാ, ഇരിക്കേ, പോരാ. ചേട്ടാ, ചേട്ടാ ഫോൺ. ചേട്ടാ, ഇല്ല സാർ, ഞാൻ ആ പൈസ വന്നിരുന്നു, അതൊന്ന് കൗണ്ട് ചെയ്യായിരുന്നു. അത് ഒരു നിമിഷം. എന്താടാ നിന്റെ പേര്? സന്ദീപ് സാർ. ഒരു സന്ദീപ്. ശരി സാർ, ഞാൻ ജാഫറിനോട് പറയാം. ആ പിന്നെ ദുബായിൽ നിന്ന് ജോണേട്ടൻ വിളിച്ചിരുന്നു. ആ 30 സീയുടെ കാര്യം എന്തായിന്ന് ചോദിച്ചു. ആ ഉണ്ടല്ലോ. സോറി സാർ. എന്നാ നീ പോയിക്കോ. ശരി. ജാഫറിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിട്ടോ. അയ്യോ, എന്നെ കൊല്ലാൻ വരണേ, ആരെങ്കിലും ഓടി വരി. സത്യം വേണോ? സതീഷേട്ടൻ നീയുമായി കളിയിലെന്താ ബന്ധം? സതീഷേട്ടോ, എന്ത് ബന്ധം? എന്ത് കളി? നിനക്ക് കളിയും തമ്മിൽ എന്താ ബന്ധം? നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം പറ, നീ കൂടെ അറിഞ്ഞോണ്ടല്ലോ ഇതെല്ലാം. എന്ത്? നീ തല്ലിട്ട് ഞാനെന്ത് പറയാനാ? ഒന്നിക്ക് തല്ല്, അല്ലെങ്കിൽ കാര്യം പറ.
സോറി വിടാ. സോറിടാ, ഞാൻ കരുതി നീ കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചെന്ന്. നീ ഒന്നും മനസ്സിലാവേണ്ട ഭാഷ കാര്യം പറ. നീ തന്ന പണവുമായി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഇതാണ് എത്ര വലിയ ആനക്കാര്യം. ഇവിടെ എല്ലാ സാധാരണക്കാരും ഇമാതിരി പരിപാടിയാണ്. എടാ, ഇപ്പൊ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസയൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇതിനിപ്പോ നീ ഇതുപോലെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് അങ്ങനെ വല്ല ആയിരിക്കൂടാ. ഏയ്, അവർ സംസാരിച്ച കാര്യത്തിൽ എന്തോ പന്തികേടുള്ള പോലെ. എനിക്കെന്തോ ഒരു ടെൻഷൻ. നീ എന്നെ സഹായിച്ചേ പറ്റൂ. എവിടെയോ തെറ്റ് പറ്റിയോ എന്നൊരു തോന്നൽ.